ഇന്ന് നമുക്ക് നോമ്പ് തുറന്നിട്ടും ചൂടിനും നോമ്പിനൊക്കെ പറ്റിയ നല്ല കിടിലൻ ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറന്നിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വയർ ഫില്ലായിട്ടിരിക്കുകയും ചെയ്യും. ഉണ്ടാക്കാനാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുക. ഒരുപാട് ചേരുവതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുക്കളയുള്ള സാധാ ചേരുവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫ്രഷ് ക്രീമോ കണ്ടൻസ് മിൽക്കോ പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതെങ്ങനെ ഉണ്ടാക്കണം കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിൻ്റെ ഞാൻ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് സാധാ ചെറുപഴമാണ് കേട്ടോ. ഇനി അത് തോലൊക്കെ കളഞ്ഞതിന് ശേഷം മുറിച്ചിട്ട് നമുക്ക് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ പഴം ഞാൻ മിക്സിയിലേക്ക് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അരയാൻ ആവശ്യത്തിലുള്ള കുറച്ച് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. പാൽ തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുത്തത്. ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് പാൽ. നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം പഴം നല്ലവണ്ണം അരച്ചെടുക്കുക. കൂടുതൽ പാലൊഴിച്ചാൽ ചിലപ്പോൾ പഴം അരഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പാലൊഴിക്കുന്നത്. പഴം അരഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാൽ മുഴുവനായിട്ട് ഒഴിച്ച് അതൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മൾ അരച്ചെടുത്ത മിക്സ് ഞാനിത് വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യുക. ഞാൻ ഇടുന്നത് കുറച്ച് പപ്പായയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളാണ്. ആപ്പിൾ ഞാൻ ഒരു 2 മണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ട് നല്ലവണ്ണം ഉപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം നല്ലവണ്ണം കഴുകി എടുത്തിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തോലോട് കൂടി ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അരച്ച അതേ പഴത്തിൽ നിന്ന് ഒരു പഴം എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഈത്തപ്പഴം ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ഫ്രൂട്ട്സുകൾ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ കറുത്ത കുരുവുള്ള മുന്തിരിയായിരുന്നു, അത് ഞാൻ കുറച്ചിട്ടുണ്ട്. കുരുവില്ലാത്ത കറുത്ത മുന്തിരി പച്ചമുന്തിരിയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് മുറിച്ചിടാം. ചെറി സ്ട്രോബെറി ഏത് വേണമെങ്കിലും ഇടാം. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട്. ഒരു അനാറും എൻ്റെ പകുതി ഞാൻ ഇതിലിട്ടുണ്ട്, പകുതി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് തമ്പനയിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് ലൂസ് പോലെ ഉണ്ടാകുക. ഇത് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കുടിക്കുക. ഇതിൽ നമ്മൾ മധുരം പോരാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ ഈ ഒരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ തണുപ്പിച്ചിട്ട് പറഞ്ഞാൽ ഒന്നുകൂടി തിക്കായി കിട്ടും. അപ്പോൾ ടേസ്റ്റ് നല്ലപോലെ കൂടും കേട്ടോ. തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് മാത്രം തണുപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് തണുപ്പിക്കണമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒന്ന് ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നന്നാരി ശർബത്താണ് ചേർത്തിരിക്കുന്നത്. നന്നാരി ശർബത്ത് കൂടി ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ള തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. എത്ര എളുപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയത് കണ്ടില്ലേ.